എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ക്ലർക്കിന്റെ റാങ്ക് പട്ടികയും പ്രതീക്ഷിച്ചിരിക്കുകയാണ് ഓരോ ഉദ്യോഗാർത്ഥികളും. അപ്പോൾ ക്ലർക്കിന്റെ റാങ്ക് പട്ടിക ഇന്നത്തേക്കാണ് പ്രസിദ്ധീകരിക്കുന്നത്. അതുപോലെ തന്നെ നിലവിലുള്ള റാങ്ക് പട്ടികയുടെ കാലാവധി അവസാനിക്കാൻ വളരെ കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ. അതിനോടൊപ്പം തന്നെ ഈ പുതിയ റാങ്ക് പട്ടികയും നിലവിൽ വരുമോ എന്നിങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികളൊക്കെ ധാരാളം ഉദ്യോഗാർത്ഥികൾ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ ക്ലർക്ക് റാങ്ക് പട്ടികയുടെ കാലാവധി അവസാനിക്കാൻ ഇനി 3.5 മാസം കൂടിയേ ബാക്കിയുള്ളൂ. നിയമനങ്ങളൊക്കെ തന്നെ 10,042 നിയമനങ്ങളാണ് ഇതുവരെ ആയിട്ടുള്ളത്, മൊത്തം എല്ലാ ജില്ലകളിലും എടുത്താൽ. എന്നാൽ ഇനി വരുന്ന പുതിയ റാങ്ക് പട്ടികയിൽ ഇതിൽ കൂടുതൽ നിയമനങ്ങൾ നടക്കാൻ സാധ്യത ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണ് ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ. കാരണം ഉദ്യോഗാർത്ഥികളുടെ ഒരു കൂട്ടായ പ്രവർത്തനം നടത്തിയാൽ, റാങ്ക് പട്ടിക നിലവിൽ വരുന്നതോടുകൂടി തന്നെ കൂട്ടായ പ്രവർത്തനങ്ങൾ നടത്തിയാൽ കൂടുതൽ നിയമനങ്ങൾ നടത്താനാകുമെന്നുള്ള ഒരു വിശ്വാസത്തോടെയാണ് ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ക്ലർക്ക് റാങ്ക് പട്ടികയുടെ സൂക്ഷ്മ പരിശോധന, സർട്ടിഫിക്കറ്റുകളുടെ ഒക്കെ തന്നെ സൂക്ഷ്മ പരിശോധന നിലവിലെ എല്ലാ ജില്ലകളിലെയും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഈ സൂക്ഷ്മ പരിശോധന നടത്തുന്ന അവസരത്തിൽ സർട്ടിഫിക്കറ്റുകളുടെ കാലാവധി കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളോടൊക്കെ തന്നെ സർട്ടിഫിക്കറ്റുകൾ വീണ്ടും ഹാജരാക്കാൻ വേണ്ടിയിട്ട് PSC ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ വെരിഫിക്കേഷൻ സമയത്ത് സർട്ടിഫിക്കറ്റുകളിലൊക്കെ തന്നെ എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഉള്ള ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള സർട്ടിഫിക്കറ്റുകൾ ഉണ്ടായെങ്കിൽ അത് മറ്റൊരു ദിവസം അതിനൊരു സമയ പരിധി നിശ്ചയിച്ച് ഇത്ര സമയത്തിനുള്ളിൽ നൽകണമെന്ന് PSC ആവശ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഓരോ ഉദ്യോഗാർത്ഥിയും സർട്ടിഫിക്കറ്റ്, ഈ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ഒക്കെ തന്നെ കാലാവധി കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വീണ്ടും ഹാജരാക്കാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സർട്ടിഫിക്കറ്റുകളൊക്കെ തന്നെ കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് കാലതാമസം ഉള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ PSC നൽകിയ സമയപരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ സർട്ടിഫിക്കറ്റുകളൊക്കെ തന്നെ ഹാജരാക്കാൻ വേണ്ടിയിട്ട് ഓരോ ഉദ്യോഗാർത്ഥികളും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഇതേ യോഗ്യതയിലുള്ള തസ്തികകൾക്ക് വേണ്ടി 1 day വെരിഫിക്കേഷൻ കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളോട് ഈ സർട്ടിഫിക്കറ്റ് പരിശോധനയ്ക്ക് വേണ്ടിയിട്ട് വിളിച്ചിട്ടില്ല. അങ്ങനെയുള്ളവരുടെ അപേക്ഷയും പ്രൊഫൈലുകൾ രേഖയും സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നത്, അതിൽ നിന്ന് കാല പരിധി കഴിഞ്ഞ ഏതെങ്കിലും രേഖകൾ പുതുക്കി നൽകാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അതുപോലുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഉദ്യോഗാർത്ഥികൾ കൃത്യമായിട്ട് തന്നെ ഹാജരാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ അങ്ങനെ സൂക്ഷ്മ പരിശോധനകളെല്ലാം തന്നെ മെയ് അവസാനത്തോടു കൂടി അവസാനിക്കുകയും ഓഗസ്റ്റ് 1 കൂടി തന്നെ റാങ്ക് പട്ടിക നിലവിൽ വരാനുള്ള ഒരു മുന്നൊരുക്കത്തോടു കൂടിയാണ് പ്രവർത്തനങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഉദ്യോഗാർത്ഥികളൊക്കെ എല്ലാം തന്നെ ഓഗസ്റ്റ് ആദ്യം തന്നെ റാങ്ക് പട്ടിക നിലവിൽ വരും എന്നുള്ള പ്രതീക്ഷയിലാണ് PSCയുടെ പ്രവർത്തനങ്ങളൊക്കെ തന്നെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ രീതിയിലാണ് പ്രവർത്തനങ്ങളെല്ലാം തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനുള്ള നടപടിക്രമങ്ങളെല്ലാം തന്നെ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓഗസ്റ്റ് 1 കൂടി തന്നെ റാങ്ക് പട്ടിക നിലവിൽ വരുന്ന രീതിയിലാണ് പ്രവർത്തനങ്ങളെല്ലാം തന്നെ ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നിയമനങ്ങളൊക്കെ തന്നെ കൂടുതൽ നടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ ആവിഷ്കരിച്ച് മുമ്പോട്ട് പോയാൽ മുൻ ലിസ്റ്റിനേക്കാൾ കൂടുതൽ നിയമനങ്ങൾ ഈ ലിസ്റ്റിൽ നിന്നുണ്ടാവുന്ന രീതിയിലൊക്കെ തന്നെ പ്രവർത്തനങ്ങൾ ക്രോഡീകരിക്കാൻ വേണ്ടിയിട്ട് ഓരോ ഉദ്യോഗാർത്ഥികളും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ആദ്യം തൊട്ട് തന്നെയുള്ള പ്രവർത്തനങ്ങളെ കൃത്യമായിട്ട് ഉദ്യോഗാർത്ഥികളുടെ ഭാഗത്തു നിന്നുണ്ടായാൽ ഒരു നല്ലൊരു പ്രവർത്തനത്തിലൂടെ തന്നെ നല്ല രീതിയിൽ റാങ്ക് പട്ടികകളൊക്കെ തന്നെ നിന്റെ നിയമനങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട് ഉദ്യോഗാർത്ഥികളുടെ പരിശ്രമത്തിലൂടെ സാധിക്കുക എന്നുള്ളതാണ് നമുക്ക് ഓരോ റാങ്ക് പട്ടികയുടെ കാലാവധി കഴിയുമ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ എല്ലാ റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്കെല്ലാം തന്നെ ജോലി കിട്ടാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.